ഉയർത്തി കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കാം. ഈ 4 ദിവസം നടക്കുന്ന എല്ലാ പ്രോഗ്രാമിനെയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, എല്ലാം, സമ്പാദ്യം, സൽപ്പേര്, എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. നമുക്കൊന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും നമ്മുടെ കുടുംബത്തിൽ നടന്നുകൊണ്ട് നമ്മുടെ മക്കൾ ദൈവകരങ്ങളിലാൽ സൗഖ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുടെ കുടുംബങ്ങൾ അറിയപ്പെടട്ടെ. ദൈവസ്നേഹത്തിന് മക്കൾ, മാതാപിതാക്കൾ വളരാനുള്ളവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ബന്ധനങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന്, വൈശാചിക ബന്ധനങ്ങൾ, സാമ്പത്തിക സദസ്സുകളെല്ലാം മാറി ദൈവത്തിന് കൊണ്ട് അറിയപ്പെടാനായിട്ട് ഉണർന്ന് സ്തുതിക്കാം. എല്ലാ ബന്ധനങ്ങളും എന്റെ ജീവിതത്തിലേക്ക് ഇടപെടണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം ഉറങ്ങി ജീവിതം മുഴുവൻ കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കാം. ബന്ധനങ്ങൾ അടിഞ്ഞു പോകട്ടെ, പാപത്തിന്റെ അവസ്ഥകൾ ഇല്ലാതായി തീരട്ടെ. കർത്താവിന്റെ വചനം കൊണ്ട് വിശ്വപ്രധാനിയുടെ അനുഗ്രഹം കൊണ്ട് കുടുംബങ്ങൾ അറിയപ്പെടട്ടെ. വിശ്വാസം അവന്റെ പ്രധാനം നമ്മുടെ ജീവിതത്തെ നവീകരിക്കട്ടെ. നമ്മളെ മാറി പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്യുന്ന മാംസമായ പ്രബോധനത്തെ വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയിലേക്ക് നോക്കാം. എല്ലാ കുറവുകളോടും എല്ലാ പോരായ്മകളോടും എന്നെ ഉൾക്കൊള്ളുന്ന, പരാതിയില്ലാതെ എന്നെ സ്നേഹിക്കുന്ന, പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ എന്നും എന്നോട് ചേർത്ത് പിടിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും എന്നെ ഒറ്റപ്പെടുത്താത്ത എൻ്റെ തമ്പുരാൻ, എൻ്റെ അയോഗ്യതകളും കുറവുകളും മറന്ന് എന്നെ എന്നും കരുതുന്ന, ഞാൻ വഴിമാറി പോകുമ്പോഴും എന്നെ തള്ളിക്കളയാതെ, എന്നെ ഒറ്റപ്പെടുത്താതെ വഴിക്കണ്ണുമായിട്ട് എനിക്ക് കാത്തിരിക്കുന്ന എൻ്റെ ദൈവം, ആ തമ്പുരാന്റെ സ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്ന, ആ സ്നേഹം ആഴത്തിൽ നിറഞ്ഞിരിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക്, തിരുവോസ്തിയിലേക്ക് നമുക്ക് നോക്കാം. ആ വിശുദ്ധ കുർബാനയിലെ ഈശോ എൻ്റെ ജീവിതത്തോട്, എൻ്റെ കുടുംബത്തോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. പ്രിയപ്പെട്ടവരിൽ ജീവിതത്തിൽ സങ്കടങ്ങളും കണ്ണീരും വേദനയും കഷ്ടപ്പാടും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. ആ ഈശോ നമ്മളെ തിരുസാന്നിധ്യത്തിലേക്ക് വിളിക്കുന്നു. നിന്റെ പേര് ചൊല്ലി ഈ തിരുസാന്നിധ്യത്തിലേക്ക് വിളിക്കുന്നു. നിന്റെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളോടും, കുടുംബത്തിൻ്റെ പോരായ്മകളോടും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോടും, പൈശാചിക ബന്ധങ്ങളോടും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവെ, കുറവുള്ളവളാണ് ഞാൻ, കുറവുള്ളവനാണ് ഞാൻ, എന്നെ നീ പൂർണ്ണനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷത്തിൽ ലോകത്തോട് മുഴുവൻ പറയുന്ന അവൻ്റെ വാഗ്ദാനം, അധ്വാനിക്കുന്നവനാണോ, ഭാരം വഹിക്കുന്നവനാണോ, ജീവിതത്തിൽ ഭാരം വഹിച്ചെന്ന് മടുത്തവനാണോ, എൻ്റെ അടുക്കൽ വരിക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. തിരുവോസ്തിയിലെ ഈശോ നിങ്ങളുടെ ഹൃദയത്തോട് പറയുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ പൊന്നോമനക്കുട്ടൻ, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ ഇടവകയിൽ, നിന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, നീ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നിന്റെ മാതാപിതാക്കളുടെ ഇടയിൽ, കൂട്ടുകാരുടെ ഇടയിലൊക്കെ നീ വിലയില്ലാത്തവനായിരിക്കാം. പക്ഷെ ഈ കർത്താവിന്റെ മുമ്പിൽ നീ വിലയുള്ളവനാണ്. നീ നിസ്സാരനല്ല. നിന്നെ എൻ്റെ ഉള്ള കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം. നിങ്ങളുടെ യോഗ്യതകളൊന്നും കർത്താവ് നോക്കുന്നില്ല. എല്ലാം കർത്താവിന്റെ പദങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ള ആ മനസ്സിന്റെ വിശാലത മാത്രം നമുക്ക് ദൈവത്തെ വിളിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം.
നിന്റെ കണ്ണീരോടും നൊമ്പരത്തോടും സങ്കടത്തോടും എല്ലാ മാനസിക അവസ്ഥയോടും നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ തിരുവോസ്തിയിലെ കർത്താവെ, എനിക്ക് നിന്നെ വേണം. ഇന്നു മുതൽ ആരുമില്ല എന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടേണ്ട. നിന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങൾ മാറ്റാൻ, നിന്റെ കഷ്ടപ്പാട് മാറ്റാൻ, നിന്റെ കുടുംബത്തിന്റെ ജീവിതാവസ്ഥയിലെ എല്ലാ വിഷമങ്ങളും മാറ്റാൻ ഇനിതാ കർത്താവ് നിന്റെ തൊട്ട് അടുത്തിരിക്കുന്നു. നമുക്ക് വിളിക്കാം, കർത്താവെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ കുറവുകളോടും നമുക്ക് കർത്താവിനെ നോക്കാം. ഈശോയെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. തീർച്ചയായും വിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ട് നിറയപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഈശോയെ നീ നിറയ്ക്കണമേ, എൻ്റെ കുർബാനയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് കണ്ണീര്, വേദന, സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, മക്കളെ, സമ്പാദ്യത്തെ, സത്വേദനെ, പ്രശസ്തിയെ, ആരോഗ്യത്തെ എല്ലാം നമുക്ക് കൊടുക്കാം. പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് തന്നതല്ലാതായിട്ട്, ദൈവം തന്നതല്ലാതായിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ ഈശോയെ, ഈ തിരുവോസ്തിയുടെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ ഞാൻ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നീ തന്നതല്ലതായിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ മക്കള്, എൻ്റെ സമ്പാദ്യം, എൻ്റെ ആരോഗ്യം, ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥ എല്ലാം നിന്റെ ദാനമാണ്. എൻ്റെ ജീവിത പങ്കാളി നിന്റെ ദാനമാണ്. എൻ്റെ സമ്പാദ്യം നിന്റെ ദാനമാണ്. എൻ്റെ ആരോഗ്യം നിന്റെ ദാനമാണ്. എൻ്റെ പേര്, പ്രശസ്തി, വരുമ എല്ലാം നിന്റെ ദാനമാണ്. നീ തന്നതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. നമുക്കൊന്ന് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ നീ എന്നെ രൂപപ്പെടുത്തി, നീ എന്നെ പേര് ചൊല്ലി വിളിച്ചു. അല്ലലും അലച്ചിലും ഇല്ലാതെ ഇന്നോളം നീ എന്നെ പരിപാലിച്ചു. ജീവിക്കാൻ ഉതകുന്ന ഒരുപാട് ജീവിത സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ എനിക്ക് തന്നു. ദൈവമേ, നീ തന്ന ഈ കൃപാവരങ്ങളുമായിട്ട് ഈ തിരുവോസ്തിക്ക് മുമ്പിൽ, ഈ കുർബാനയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈശോയെ നിന്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഇല്ലാതെ ഞാൻ ഒന്നുമല്ല. നമുക്ക് ഒന്ന് ചേർന്ന് ഈശോയെ ഒരു ഗാനത്തിലൂടെ പാടി പ്രാർത്ഥിക്കാം.